നമുക്കറിയാം കേരളത്തിലെ റെയിൽ വികസനം ഇപ്പോൾ എത്ര ത്വരിതഗതിയിലാണ് പുരോഗമിക്കുന്നത് എന്ന് നമുക്കറിയാം. 1998 മുമ്പ് ഇന്ത്യയിലെ റെയിൽ വികസനം വളരെ പുറകിലായിരുന്നു. പ്രത്യേകിച്ചും കേരളത്തിൽ ഒരേ ഒരു ട്രാക്കാണ് ഉണ്ടായിരുന്നത്. ചില സ്ഥലങ്ങളിൽ മാത്രം ട്രാഫിക് കൂടി അപകട സാധ്യത ഉള്ള ചില സ്ഥലങ്ങളിൽ മാത്രം 2 ട്രാക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ പെരുമൺ ദുരന്തത്തിന് ശേഷമാണ് കൊല്ലം കായംകുളം റൂട്ട് ഡബിൾ ലൈൻ ആയത്. പക്ഷേ ഒന്ന് ആലോചിക്കണം, തലസ്ഥാനത്ത് നിന്ന് കൊല്ലം വരെയുള്ള റൂട്ട് സിംഗിൾ ലൈൻ ആയിരുന്നു അപ്പോഴും. പിന്നീട് 98-ൽ വാജ്പേയി സർക്കാർ അധികാരത്തിൽ വരികയും 99-ൽ വീണ്ടും വാജ്പേയി സർക്കാർ ഇടക്കാല തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരികയും ചെയ്തപ്പോഴാണ് കേരളത്തിലെ റെയിൽ വികസനം ത്വരിതപ്പെട്ടത്. അന്ന് മലയാളിയായ ഒ രാജഗോപാൽ രാജ്യസഭ വഴി പാർലമെന്റിൽ എത്തുകയും അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാവുകയും ചെയ്തു, റെയിൽ സഹമന്ത്രിയാവുകയും ചെയ്തു. അദ്ദേഹമാണ് കേരളത്തിൽ നിരവധി ട്രെയിനുകൾ കൊണ്ടുവന്നതും ഈ ലൈൻ ഡബിളിംഗ് എന്ന് പറയുന്ന പ്രക്രിയ വേഗപ്പെടുത്തിയതും അദ്ദേഹമാണ്. എന്തായാലും അന്ന് തുടങ്ങി 2004 വരെ വലിയ കുഴപ്പങ്ങളില്ലാതെ പോയി. 2004 ശേഷം വീണ്ടും ഇത് തടസ്സപ്പെട്ടു. 2014 വരെ കേരളത്തിലെ റെയിൽ വികസനം ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. ഇപ്പോഴിതാ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ റെയിൽ വികസനവും ദേശീയപാത വികസനവും വളരെ വേഗത്തിൽ പുരോഗമിക്കുന്ന കാര്യം നമുക്ക് ദൃശ്യമാണ്, നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെ ചെറിയ പ്രശ്നമുണ്ടായത്. ഇപ്പോൾ ഇവിടെ പാർലമെന്റിൽ ഉയർന്നിരിക്കുന്ന ഒരു വിഷയം, കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രതിനിധി രാജ്യസഭാ MP ജെബി മേത്തർ ഒരു ചോദ്യം ചോദിച്ചു. കേരളത്തിലെ റെയിൽ വികസനം എവിടെ എത്തി നിൽക്കുന്നു, റെയിൽ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം എവിടെ എത്തി നിൽക്കുന്നു എന്നായിരുന്നു ചോദ്യം. അതിന് മറുപടി പറഞ്ഞ റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഞാനിവിടെ അക്കമിട്ട് പറയാം. 1, 127 റെയിൽവേ മേൽപ്പാലങ്ങൾ കേരളത്തിന് അനുവദിച്ചു. അതിൽ 105 എണ്ണവും ഇഴഞ്ഞു നീങ്ങുകയാണ്. അതിൽ തന്നെ 63 മേൽപ്പാലങ്ങളുടെ അലൈൻമെന്റ് പോലും സംസ്ഥാന സർക്കാർ അന്തിമമാക്കിയിട്ടില്ല. റെയിൽ വികസനത്തിന് സംസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന പിന്തുണ വളരെ 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 മോശമാണ്. ഇനി കോട്ടയം അങ്കമാലി എരുമേലി ശബരി പാത, അതിന് സ്ഥലമെടുത്ത് തരാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല. സ്ഥലമെടുത്ത് തന്നാൽ ഉടൻ തന്നെ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കും. എന്നാൽ സംസ്ഥാനത്ത് നിന്ന് അങ്ങനെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നും അദ്ദേഹം ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞു. ഇവിടെ രാഷ്ട്രീയമാണ് കളിക്കുന്നത്. LDFന് ഇതിലൊന്നും താല്പര്യമില്ല. LDF സർക്കാർ ഈ റെയിൽവേ വികസിക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. പ്രതിപക്ഷത്തിരിക്കുന്ന UDF ആകട്ടെ യഥാകാലം ഇത് ചൂണ്ടിക്കാട്ടി സർക്കാരിനെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യിക്കുന്നതിൽ അവർ വളരെ പുറകിലാണ്. ഏറ്റവും കൂടുതൽ MP-മാരെ സംഭാവന ചെയ്തത് UDF ആണ്. എങ്കിലും ഈ കാര്യത്തിൽ UDF MP-മാർ സംസ്ഥാന സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ തയ്യാറാകുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇതെല്ലാം ബാധിക്കുന്നത് ജനങ്ങളെയാണ്. കേരളത്തിലെ റെയിൽവേ ശൃംഖല വികസിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ താല്പര്യമെടുക്കുന്നു. അതിനുവേണ്ടി റെയിൽ മന്ത്രാലയം, റെയിൽവേ വകുപ്പ് ഒക്കെ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. പക്ഷേ ഇവിടെ യാതൊരു തരത്തിലും ഉള്ള പിന്തുണ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. കേരളത്തിലെ നിരവധി റെയിൽവേ സ്റ്റേഷനുകൾ അത്യന്താധുനിക രീതിയിൽ പുനർനിർമ്മിക്കപ്പെട്ടു, സജ്ജീകരിക്കപ്പെട്ടു. പല റെയിൽവേ സ്റ്റേഷനുകളും കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ആ വിധത്തിലാണ് കാഴ്ചക്കാരെ അമ്പരപ്പിക്കുന്ന മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ എന്തു ചെയ്യാം, സംസ്ഥാന സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നില്ല. പ്രത്യേകിച്ചും ഭൂമി ഏറ്റെടുത്ത് നൽകുന്ന കാര്യത്തിൽ മുമ്പ് കേരളത്തിലേക്ക് കേന്ദ്രത്തിൽ നിന്ന് റെയിൽവേ വികസനത്തിന് നൽകിയിരിക്കുന്നത് 372 കോടി രൂപയാണെങ്കിൽ നിലവിൽ ഇപ്പോഴത്തെ പദ്ധതി വിഹിതം, ഞാൻ ബജറ്റിന്റെ കണക്കാണ് പറയുന്നത്, അത് മന്ത്രി സഭയിൽ പറഞ്ഞതാണ്. പദ്ധതി വിഹിതം അനുസരിച്ച് 3042 കോടിയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് നിസ്സാരമല്ല. ഈ അവസരത്തിൽ ഇത്തരത്തിൽ കേരളത്തിലെ
പ്രശ്നങ്ങൾ അദ്ദേഹം ഉന്നയിക്കുമ്പോൾ നമ്മുടെ ഇടത് എംപിമാർ വലിയ രീതിയിൽ ബഹളം വെക്കുകയായിരുന്നു. അവർ മന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. കോൺഗ്രസ് അംഗങ്ങളാകട്ടെ ഇതൊന്നും കേൾക്കാൻ പോലും താല്പര്യമില്ലെന്ന മട്ടിൽ അവർ മുഖം തിരിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഈ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പിന്തുണയ്ക്കാനും സംസ്ഥാന സർക്കാരിൻ്റെ പോരായ്മകളെ അല്ലെങ്കിൽ പരിമിതികളെ മറികടക്കാൻ ഉള്ള നടപടികളിലേക്ക് പോകാനും ഈ എംപിമാർ തയ്യാറാകുന്നില്ല എന്നുള്ളത് സത്യമാണ്. എന്തായാലും ഈ ശബരി റെയിൽപാതയുടെ കാര്യത്തിൽ ഒരു വലിയ അനിശ്ചിതത്വം തുടരുകയാണ് എന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. എന്തായാലും കേന്ദ്രം കേരളത്തിലെ റെയിൽവേ വികസനം സംബന്ധിച്ചൊരു വലിയ അഴിച്ചുപണിക്ക് തയ്യാറായിരിക്കുകയാണ് എന്ന് മന്ത്രി പറഞ്ഞു. അതായത് മംഗലാപുരം തൊട്ട് ഷൊർണൂർ വരെയും ഷൊർണൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്കും പാത 4 വരിയാക്കാനുള്ള പദ്ധതി രേഖ തയ്യാറായിട്ടുണ്ട്. ഇനി അത് ഒരു കമ്മിറ്റിക്ക് കൊടുത്ത് അത് പഠിച്ച് റിപ്പോർട്ടൊക്കെ വരണം, ഒരല്പ സമയമെടുക്കും. അതുപോലെ എറണാകുളം ഷൊർണൂർ 3-ാം പാതയ്ക്ക് വേണ്ടുന്ന നടപടികളിലേക്ക് സർക്കാർ റെയിൽവേ വകുപ്പ് മന്ത്രാലയം കടന്നിരിക്കുകയാണ്. ഇവിടെയും കാര്യങ്ങൾ എങ്ങനെയെല്ലാം താമസിപ്പിക്കാമോ അങ്ങനെയെല്ലാം താമസിപ്പിക്കാനാണ് കേരളം ശ്രമിക്കുന്നത്. ഈ പറഞ്ഞ 3-4 ട്രാക്കുകളുടെ DPR തയ്യാറായിട്ടുണ്ട് എന്ന് മന്ത്രി പറഞ്ഞു. അതുപോലെ തന്നെ ഈ എറണാകുളം കായംകുളം 3-ാം ട്രാക്കിൻ്റെയും DPR തയ്യാറാണ്. സംസ്ഥാന സർക്കാർ എന്നാൽ മുഖം തിരിച്ചു നിൽക്കുകയാണ് ഈ വികസന രേഖകളോട്. ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ റെയിൽവേ വികസനം മുരടിക്കുന്നെങ്കിൽ, വൈകുന്നെങ്കിൽ, നടക്കാതെ പോകുന്നെങ്കിൽ കുറ്റപ്പെടുത്തേണ്ടത് കേന്ദ്രത്തെയല്ല, കേന്ദ്രത്തിൻ്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ്. കൃത്യമായി ഭൂമി ഏറ്റെടുത്ത് നൽകുന്നില്ല. മറ്റു പരിപാടികൾ ഒരു കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. ആ കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ 5ഉം 10ഉം കൊല്ലം താമസിപ്പിച്ചിട്ട് അല്ലെങ്കിൽ 30 വർഷം താമസിപ്പിച്ചിട്ട് നമുക്ക് റെയിൽവേ ഒന്നും നൽകുന്നില്ല എന്ന് നിലവിളിച്ചത് കൊണ്ട് കാര്യമില്ല. ഇത് മന്ത്രി വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ച കണക്കുകളാണ് ഞാനിവിടെ ഉദ്ധരിച്ചത്. കേരളത്തിൻ്റെ റെയിൽവേ വികസനം അട്ടിമറിക്കുന്നത് മറ്റാരുമല്ല, കേരളത്തിലെ LDFും UDFുമാണ് എന്ന് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഈ നാടിനോട്, ഈ സംസ്ഥാനത്തോട് എന്തെങ്കിലും ഒരു പ്രതിബദ്ധതയും കൂറും ഇവർക്കുണ്ടെങ്കിൽ ഈ കാര്യങ്ങളിൽ മെല്ലെപ്പോക്ക് വിട്ടിട്ട് തീവ്രഗതിയിൽ വേഗത്തിൽ ഈ നടപടികൾ പൂർത്തിയാക്കി ഭൂമി ഏറ്റെടുത്ത് നൽകുകയാണ് ചെയ്യേണ്ടത്. സംസ്ഥാന സർക്കാർ ആ ഒരു കൃത്യം സമയബന്ധിതമായി നിർവഹിച്ചാൽ കേരളത്തിലെ റെയിൽവേ വികസനം ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിക്കപ്പെടും എന്നുള്ള കാര്യം തീർച്ചയാണ്.